ഓണാഘോഷം വളരെ പ്രബലമായി നടക്കുന്ന ഒരിടം തിരുവനന്തപുരമാണ്. തിരുവനന്തപുരമാണ്. അതെ, അപ്പോൾ തീർച്ചയായും. ഞാൻ എല്ലാവരോടും ഞാൻ പറയാറുണ്ട്, തിരുവനന്തപുരത്തേക്ക് വരൂ. ഷോർട്ട് ടൈം ഗുരുക്കന്മാരായിട്ട് വരുന്നവരെല്ലാം ദക്ഷിണ 50,000 മുതലെല്ലാം 50,000 മുതലെല്ലാം ചോദിച്ചു വാങ്ങുന്നുണ്ട്. അതിനെപ്പറ്റി മാഡത്തിന്റെ അഭിപ്രായം, ഈ ഗുരുവിന് ദക്ഷിണ ചോദിച്ചു വാങ്ങാനുള്ള റൈറ്റ്സ് ഉണ്ടോ? പുടവ, ഫ്രൂട്ട്സ്, ദക്ഷിണ എനിക്ക് ഇത്രയും രൂപ 25,000 ആണ് എൻ്റെ ദക്ഷിണ, ഇത് തന്നേ പറ്റൂ, എങ്കിൽ മാത്രമേ നീ ഇന്ന് ഈ സ്റ്റേജിൽ കയറാൻ പറ്റൂ. ബ്രിജു മഹാരാജ് ചെയ്യുന്ന ആ ഒരു രാധ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ത്രീക്ക് അതെല്ലാം നമ്മൾ വളരെയധികം ആസ്വദിക്കുന്നു. അദ്ദേഹം ഒരു പുരുഷനാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ ഇല്ല, അത്രയും തന്നെ ഉള്ളൂ മോഹിനിയാട്ടത്തിൽ. ചെയ്യുമ്പോൾ അതിൻ്റെതായ ഭ്രാന്തുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. അത് എനിക്ക് എന്നെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ്. ഭരതനാട്യമോ അല്ലെങ്കിൽ മോഹിനിയാട്ടമോ മനസ്സിൽ വിചാരിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അങ്ങനെ അല്ലാത്ത കലാരൂപങ്ങൾ എടുത്തു നോക്കും. അതായത് യൂട്യൂബിൽ നിന്ന് പഠിക്കുന്നതിൽ തെറ്റില്ല, പക്ഷേ അതൊരു പഠനമല്ല എന്ന് ആ കുട്ടി മനസ്സിലാക്കിയാൽ ഒരു ഘട്ടം എത്തുമ്പോൾ നമസ്കാരം. ആശ്വാസ് ലൈഫ് കെയർ അവതരിപ്പിക്കുന്ന ഇൻഫിൻ എൻ്റർടൈൻമെൻറ്റ് ഓണം സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് കലയെ ജീവനും ഉപാസനയുമായി കണക്കാക്കുന്ന അപൂർവം ചില നർത്തകരെ നമുക്ക് അറിയാവുള്ളൂ. പ്രശസ്ത നർത്തകി ഡോക്ടർ നീന പ്രസാദ് മാം, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. ആദ്യം തന്നെ മാഡം സാധാരണ ഒരു വ്യക്തിയിൽ നിന്ന് ഡോക്ടർ നീന പ്രസാദ് എന്ന ലെവലിലേക്ക് വന്ന വളർച്ചയുടെ കാലഘട്ടങ്ങൾ ഒന്ന് ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും. ഒരു വളരെ ചെറുതിലെ തന്നെ എനിക്ക് ഭയങ്കര ഈ പാഷൻ ഉണ്ട്. അമ്മയ്ക്ക് വളരെ ആഗ്രഹമായിരുന്നു മകളൊരു നർത്തകിയാകണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ പിന്നെ വളരെ ഗൗരവമായി നൃത്തത്തെ കാണുന്ന ഒരു ഫാമിലിയിലാണ് ഞാൻ ജനിച്ചത് എന്നൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരു നൃത്തം എന്നുള്ളതിനെ പല മാനങ്ങളിലൂടെ ശ്രദ്ധിക്കാനും പഠിക്കാനും അതിൽ ഏർപ്പെടാനും ഒക്കെ ഉള്ള ഒരു ഭാഗ്യം ഉണ്ടായി. അപ്പോൾ എൻ്റെ അമ്മയാണ് പ്രായോഗിക തലത്തിൽ എന്നെ കൊണ്ട് നടന്ന് പഠിപ്പിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളതെങ്കിൽ അച്ഛൻ കുറേ കൂടെ അക്കാഡമിക് സ്വഭാവമുള്ള ഒരു വ്യക്തിയായിരുന്നു. ഞാൻ വളരെ ചെറുപ്പം എന്ന് പറഞ്ഞാൽ ഒരു 4-5 വയസ്സുള്ളപ്പോഴാണ് ഡോക്ടർ പത്മ സുബ്രഹ്മണ്യത്തിൻ്റെ തീസിസ് വെളിയിൽ വരികയും അത് അന്നത്തെ ഒരു ഇല്ലസ്ട്രേറ്റഡ് വീക്കിലി, അതൊരു വലിയ പഴയ തലമുറയിലുള്ളവർക്കറിയാം, വലിയൊരു മാഗസീനാണ്. അപ്പോൾ ആ മാഗസീനിൽ പദ്മക്കയുടെ തീസിസിനെ കുറിച്ചൊക്കെ അറിയുകയും അച്ഛൻ അത് എന്നെ കൊച്ചിലെ വിളിച്ച് കാണിക്കുന്നു, മോളെ ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ. കുറച്ചുകൂടി ഇൻസ്പിറേഷൻ ആയില്ലേ അതെല്ലാം കണ്ടില്ല? അന്നത് ഇൻസ്പിറേഷൻ ആണോ എന്നറിയില്ല, പക്ഷെ അന്ന് ഒന്നും അറിഞ്ഞിടാത്തൊരു കുട്ടി കാണുകയാണ്. പക്ഷേ ഞാൻ പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ അത് എല്ലാം എൻ്റെ മനസ്സിൽ ഉണ്ട്. പിന്നെ എൻ്റെ ബാക്കിങ്ങിൽ അതുണ്ടാവും. പിന്നെ PhD കാലത്ത് അച്ഛൻ ഒരുപാട് ഇത്തരം അക്കാഡമിക് വർക്ക്സ് ഒരുപാട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ നിരന്തരമായ ആ ഒരു ഗൈഡൻസ്, ഒരു അക്കാഡമിക് തിങ്കിങ് അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക്, കാരണം ഇതും രണ്ടും വേർതിരിച്ചറിയാൻ ഒരു ഇതുണ്ട്. പിന്നെ ഗവേഷണം എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഗവേഷണത്തിന് വേണ്ടി ഗവേഷണം ചെയ്യുന്നവരല്ല, ഒരാളല്ല. അപ്പോൾ അത്തരം റിസർച്ച് എൻ്റെ ജീവിതത്തിൽ തന്നെ ഉണ്ട് എപ്പോഴും. അതിൻ്റെ ഒരു നിരന്തരമായ ഒരു പോക്ക്, അതാണ് പിൽക്കാലത്ത് PhD ചെയ്യാനും അതിനുശേഷം പോസ്റ്റ് ഡോക്ടറലിലൊക്കെ പോകാനും ഒക്കെ ചെയ്യാനും ഒക്കെ സാധിച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നു തികച്ചും ഒരു കുടുംബാന്തരീക്ഷവും എൻ്റെ വിദ്യാഭ്യാസവും ആണ് ആ രീതിയിൽ എന്നെ വളർച്ചയിലേക്ക് എത്തിച്ചത്. ഓണം എന്ന് പറയുന്നത് കലാകാരന്മാർക്ക് ആഘോഷവുമാണ് എങ്കിൽ അത് പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് തുറന്നു വരുന്ന അവസരമാണല്ലോ. മേഡത്തിന് എന്താണ് ഓണത്തെ പറ്റിയുള്ള ഓർമ്മകൾ? ഓണം എനിക്കെപ്പോഴും വളരെ ഗ്രഹാതുരത്വമാണ്. എന്ന് വെച്ചാൽ ഇപ്പോഴും ഓണത്തിന് പുതിയ പുതിയ സ്വഭാവം കൈവരിക്കുകയാണ്. പണ്ടൊക്കെ ഉള്ള ഓണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നുകിൽ
കുഞ്ഞമ്മയുടെ വീട്ടിൽ അല്ലെങ്കിൽ അപ്പച്ചിയുടെ വീട്ടിലൊക്കെയാണല്ലോ ഓണം ആഘോഷിക്കുക. അങ്ങനെയൊക്കെ ഒരു പോക്കും പല സ്ഥലത്തേക്ക് പോവാന്നൊക്കെയുള്ള ഒരു കോൺസെപ്റ്റ് ആണെങ്കിൽ, ഇന്നിപ്പം ഞാൻ എൻ്റെ കുടുംബത്തിലെ മൂത്ത ചേച്ചിയാണ്. അപ്പം ഞാൻ എൻ്റെ വീടായിരിക്കും ചിലപ്പോൾ ഗെറ്റ് ടുഗദറിൻ്റെ ഒരു ഇടം, അഥവാ ഞങ്ങളുടെ ഫാമിലി ഗെറ്റ് ടുഗദറാണ് എപ്പോഴും ഓണത്തിന്. അപ്പം അത് വർഷങ്ങളായി ഞങ്ങളുടെ തലമുറയ്ക്ക്, അടുത്ത തലമുറയ്ക്കും എല്ലാം ആ ഒരു കാര്യം പകർന്നു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കും. അതുകൊണ്ട് തന്നെ ഓണമല്ലേ എന്ന് പറയുമ്പോൾ ഇന്നത്തെ കുട്ടികളാണെങ്കിലും അവർ കുറച്ചുകൂടെ ഒരു ട്രഡീഷണൽ ആയിട്ട് ബിഹേവ് ചെയ്യാനും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് അവരിൽ ആ ഒരു ഇഥോസ് വരുത്താൻ പറ്റുള്ളൂ. ഇത് ഒരു കാര്യം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം, എനിക്കൊരു ആത്മീയമായിട്ടുള്ള ഒരു ബന്ധം ഞാൻ ഓണത്തിനോട്, കാരണം ഓണവും പ്രകൃതിയും വളരെ അടുത്തൊരു, ആ ചിങ്ങത്തിലേക്ക് സൂര്യൻ പ്രവേശിക്കുമ്പോഴുള്ള ഒരു ചൈതന്യം അന്തരീക്ഷത്തിനുണ്ട്. നമ്മൾ അതുവരെ കാണാത്ത തുമ്പികളും പൂമ്പാറ്റകളും ഒക്കെ നമുക്ക് എപ്പോഴും കാണാം. ഒരു വല്ലാത്ത ഒരു എയറിനൊരു ഒരു ഊർജ്ജസ്വലത തീർച്ചയായിട്ടും ഉണ്ട്. അതോടൊപ്പം തന്നെ ഒരു ഓണാഘോഷം വളരെ പ്രബലമായി നടക്കുന്ന ഒരിടം തിരുവനന്തപുരമാണ്. അപ്പോൾ ഞാൻ പറയാറുണ്ട്, തിരുവനന്തപുരത്തേക്ക് ഒരു ഓണം നടക്കുന്ന ആ ഒരു ആഘോഷം നടക്കുന്ന ഒരു വലിയ ഒരു സെറ്റപ്പ് അത് അനുഭവിക്കേണ്ടതാണെന്ന്. ഓക്കെ. ജനങ്ങൾക്ക് ആശ്വാസവുമായി ആശ്വാസ് കമ്മ്യൂണിറ്റി ഫാർമസി. ഇംഗ്ലീഷ് മരുന്നുകൾ 15 മുതൽ 65% വരെ വിലക്കുറവിൽ. ഗുണനിലവാരമുള്ള മരുന്നുകൾ ഫാർമസിസ്റ്റുകളുടെ കരങ്ങളിലൂടെ. ഇന്ത്യയിൽ ആദ്യമായി രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റുകളാൽ രൂപീകൃതമായ സംരംഭം ആശ്വാസ് കമ്മ്യൂണിറ്റി ഫാർമസി, the fastest growing chain pharmacy in India. Quality medicines through qualified hands. മാഡം കൂടുതലും മോഹിനിയാട്ടമാണ് ചെയ്യുന്നത്. മോഹിനിയാട്ടത്തിൻ്റെ ലാസ്യ ഭംഗി എന്ന് പറഞ്ഞാലേ എൻ്റെയും ഫേവറേറ്റ് ഡാൻസറാണ് മാഡം. അപ്പോൾ നമുക്കെല്ലാം ആദ്യം ഓർമ്മ വരുന്നത് മാഡത്തിൻ്റെ മുഖമാണ്. അപ്പോൾ ഈ മോഹിനിയാട്ടത്തിൽ ഇപ്പോൾ കുറച്ച് എന്താ പറയുക, എല്ലാവരുടെയും സങ്കല്പത്തിൽ മോഹിനിയാട്ടം എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് ചെയ്യാനുള്ള ഒരു നൃത്ത കലാരൂപം എന്നാണ്. അപ്പോൾ ഇതിലിപ്പോൾ പുരുഷന്മാർ കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പുരുഷന്മാരുടെ കടന്നു വരവ് അത് എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? സാധാരണ ജനങ്ങൾ അതിനെ എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? മാഡവും ഒരു ഫോറിൻ ഒരാളെ ഇങ്ങനെ നൃത്തം പഠിപ്പിക്കുന്ന വീഡിയോസൊക്കെ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ മോഹിനിയാട്ടത്തിൽ പുരുഷ മേധാവിത്വം അല്ലെങ്കിൽ പുരുഷൻ കടന്നു വരുമ്പോഴുള്ള ആ ഒരു ലാസ്യത എല്ലാം അവർ എങ്ങനെയാണ് ചെയ്യാൻ കഴിയുന്നത്? വാസ്തവത്തിൽ കുറച്ച് ചിലപ്പോൾ കാലം എടുത്തേക്കാം അത് മനുഷ്യർ മനസ്സിലാക്കാൻ. ലാസ്യം എന്നുള്ളത് ഒരു സ്ത്രീ ശരീരവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമല്ല. സ്ത്രീയെ ഒരു സോഫ്റ്റ്നെസ് ഉള്ളത് കൊണ്ട്, പിന്നെ അതുപോലെ താണ്ഡവം എന്നുള്ളത് പുരുഷനുമായിട്ട് നമ്മളിങ്ങനെ നമ്മുടെ ഒരു എന്താ പറയുക, ഒരു ഓർഗാനിക് കണ്ടക്റ്റും ആയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടറും അല്ലെങ്കിൽ സോഫ്റ്റ്നെസ് ഒക്കെ എല്ലാം വച്ചിട്ട് നമ്മൾ പറയുന്നു. ആ രീതിയിൽ തന്നെ അതിനൊരു വിവക്ഷ ഉണ്ട് താനും, അതൊന്നും ഇല്ലെന്നല്ല, അതെല്ലാം തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ഒരു ശൈലീകൃത കലയിൽ അത് പ്രാക്ടീസ് ചെയ്യുന്നത് കേവലം ഒരു ശാരീരികമായിട്ടുള്ള ഒന്നായിട്ടല്ല, മറിച്ച് അത് ലാസ്യം എന്നുള്ളത് ഒരു ശാസ്ത്രീയമായ സങ്കല്പനവും ഒരു പ്രയോഗവിധിയുമാണ്. ആ നിലയ്ക്ക് എല്ലാ കലാരൂപങ്ങളും ലാസ്യത്തെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. എല്ലാ കലാരൂപങ്ങളും. ഇപ്പോൾ ഭരതനാട്യക്കാരോട് പോയി ഇതൊരു താണ്ഡവ നൃത്തമാണെന്ന് നമ്മൾ പറയുമോ? ഇല്ല, തീർച്ചയായിട്ടും അതൊരു ഗ്രേസ്ഫുൾ ഡാൻസ് ആണ്. അതിനകത്ത് പുരുഷന്മാർക്ക് വളരെ ഭംഗിയായി ചെയ്യാനുള്ള ഇടമുണ്ട്. ഇനി ഏത് കലാരൂപങ്ങളെടുത്ത മറ്റ് കലാരൂപങ്ങളിലെല്ലാം തന്നെ ആ ഒരിടം അതിനകത്ത് സ്ത്രീകളാണ് കുറച്ച് കഷ്ടപ്പെട്ടിട്ടുള്ളത്. കാരണം അത് പുരുഷ കേന്ദ്രിതമായ നൃത്തമായിരുന്നു ഒഡീസിയും എന്താണ് നമ്മുടെ കഥക്ക്, അതുപോലെ കുച്ചിപ്പുടിയും എല്ലാം. പിന്നീടാണ് അതിനകത്ത് സ്ത്രീകൾ വരികയും ആക്സെപ്റ്റഡ് ആയിട്ട് മാറുകയും ചെയ്തത്. അതുപോലെ ഒരു കാര്യമാണ് മോഹിനിയാട്ടത്തിൽ സംഭവിക്കുന്നത്. മോഹിനിയാട്ടത്തിൻ്റെ ഒരു പ്രതിസന്ധി എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ, അത് സ്ത്രീ കേന്ദ്രിതമായാണ് തുടങ്ങിയത്, ഒരു സ്ത്രീ നൃത്ത രൂപമായാണ് നിലനിന്നത് എന്ന് മാത്രം. എന്നാൽ കാലം കൊണ്ട് അതിന് ഒരു നല്ല വളർച്ച ഉണ്ടാവുകയും കളരിയിൽ
ആ വിധി മാറുകയും ചെയ്തു. അതായത് അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ വളരെ ദൃഢപ്പെടുകയും അത് ഒരു വളരെ സ്ത്രീ കേന്ദ്രിതമായ ശരീരത്തിൽ നിന്ന് ആ ലാസ്യം ശാസ്ത്രീയമായി വെളിയിൽ വരികയും ചെയ്തു. അപ്പോഴാണ് അത് ഏത് ജെൻഡറിന് അതീതമായി അത് പ്രചരിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ എൻ്റെ ശിഷ്യനായ തോമ വാൻ താവോ തോമ ഇന്നിപ്പോൾ വളരെ പ്രചാരത്തിലുള്ള നർത്തകനാണ്. മ്യൂസിക് അക്കാഡമി അടക്കം പുള്ളി ചെയ്തു കഴിഞ്ഞു. അതെന്താണെന്ന് വെച്ചാൽ കേവലം അതിൻ്റെ ഒരു ജീനിയസ്, ആ പ്രതിഭയാണ് ഏറ്റവും പ്രധാനം. വാസ്തവത്തിൽ കലയോടുള്ള ആത്മസമർപ്പണം തന്നെ. ആത്മസമർപ്പണമല്ല, ആത്മസമർപ്പണം എന്ന് പറയുന്നത് കമ്മിറ്റ്മെന്റ് ആണ്. ദിസ് ഇസ് ദ ഷിയർ ജീനിയസ്. പ്രതിഭ എന്ന് പറയുന്നത്, ആ പ്രതിഭയ്ക്ക് ജെൻഡർ ഒന്നുമില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കേളുചരൺ മഹാപാത്ര ചെയ്യുന്ന അഷ്ടപതികൾ, അതുപോലെ നമ്മുടെ ബ്രിജു മഹാരാജ് ചെയ്യുന്ന ഒരു രാധ, അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ത്രീക്ക്, അതെല്ലാം നമ്മൾ വളരെയധികം ആസ്വദിക്കുന്നു. അദ്ദേഹം ഒരു പുരുഷനാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ ഇല്ല, അത്രയും തന്നെ ഉള്ളൂ മോഹിനിയാട്ടത്തിൽ. അല്ലെങ്കിൽ അങ്ങനെ തന്നെ പ്രത്യേക അതിർവരമ്പുകളൊന്നുമില്ല. അതിർവരമ്പുകളില്ല. പക്ഷെ തീർച്ചയായിട്ടും ഒരു എന്താണ്, ഇപ്പോൾ ഞങ്ങൾ ഇന്നലെ ഷൂട്ട് ചെയ്തപ്പോഴും അവരെല്ലാവരും പറഞ്ഞത് തോമയുടെ ഉണ്ടാകുന്ന ആരാധകർ, അല്ലെങ്കിൽ അവനോടൊപ്പം സ്ത്രീകൾക്ക് നിൽക്കാൻ പറ്റുന്നില്ല. അത്രത്തോളം അവൻ്റെ ഒരു മൂല്യം ആ രീതിയിലാണ്. അവൻ്റെ ചിസിൽഡ് ബോഡിയും അവൻ അതിനകത്ത് ഇൻബെഡഡ് ആയിട്ടുള്ള ലാസ്യവും അതിനകത്തുള്ള ഏറ്റവും വലിയ ഒരു ക്ലാസിക് എലമെന്റ് നമ്മൾ ചെയ്യുക എന്നുള്ളത് നമ്മുടെ പ്രാക്ടീസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിനേക്കാൾ ഉപരി ഒരു കാര്യമുണ്ട്. അതാണ് കേവലം ഒരു വാസന അല്ലെങ്കിൽ ഒരു പ്രതിഭാശാലിത്വം ഉള്ളത്. അപ്പം പുരുഷന്മാർക്ക് അത് കൂടുതൽ ഉണ്ടാകുമെന്ന് ഞാൻ ചിലപ്പോൾ വിചാരിക്കാറുണ്ട്. കാരണം വെൻ ദേ ആർ കമ്മിറ്റഡ് ടോട്ടലി. ദേ ഡോണ്ട് എക്സിസ്റ്റ് വിത്ത് ദ ബോഡി. മനസ്സിലല്ലേ? അവർക്ക് ആ കലയുടെ ആത്മാവുമായിട്ട് കുറേ കൂടെ ഒരു ഇഴുകിച്ചേരാനുള്ള ആഴത്തിലുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് എന്തുകൊണ്ടോ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് വന്നപ്പോൾ പിന്നെ ഹിസ്റ്ററി മാറുകയാണ്. ഇപ്പോൾ ഒരുപാട് ആൺകുട്ടികൾ കളരിയിലേക്ക് വരുന്നു. അവർക്കൊക്കെ ചെയ്യാൻ ഒരുപാട് ഇനങ്ങളുണ്ടെന്നർത്ഥം. ഇനി അത് ആ രീതിയിൽ വികസിക്കണം. തീർച്ചയായും. ഈ മോഹിനിയാട്ടം അല്ലെങ്കിൽ നമ്മുടെ ഏതൊരു ഡാൻസ് ആർട്ട് ഫോം എടുത്താലും ഇപ്പോൾ യഥാർത്ഥ ഒരു പ്രതിഭ എങ്ങനെ തിരിച്ചറിയാം? അതായത് ഇപ്പോൾ നമുക്കറിയാലോ, ഈ ഇവിടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കലോത്സവം, പിന്നെ എന്ന് പറയുന്നത് എന്താ സോഷ്യൽ മീഡിയ റീച്ച്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ റിയാലിറ്റി ഷോകളിലെല്ലാം എന്താണ് മക്കളെ എങ്ങനെയെങ്കിലും പഠിപ്പിച്ച് മക്കളെ പ്രതിഭാശാലികൾ, അല്ലെങ്കിൽ മക്കളെ മറ്റുള്ളവരുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുക, ഒരു സർട്ടിഫിക്കറ്റ് നേടുക. ഇതാണോ ഒരു യഥാർത്ഥ കലാകാരൻ്റെ ധർമ്മം? തീർച്ചയായിട്ടും അല്ല. അപർണ ആദ്യം ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം. എന്താണ് പ്രതിഭ എന്നുള്ളത് ഞാനൊന്ന് ഡിഫൈൻ ചെയ്ത് നോക്കട്ടെ. ഒരു പ്രതിഭ, യഥാർത്ഥത്തിലുള്ള ഒരു പ്രതിഭാശാലി, അയാളുടെ ജീവിതത്തിൽ ഞാനിങ്ങനെയൊക്കെയാണ് എന്നുള്ളത് പറയാൻ മെനക്കെടാറില്ല. അയാളെ സമൂഹം തിരിച്ചറിയുകയാണ്. അപ്പോൾ ആ രീതിയിലാണ് യഥാർത്ഥത്തിൽ ഒരു വളരെ ജീനിയസ് ആയിട്ടുള്ള കലാകാരന്മാർ മാറുക. അവർക്ക് ചുറ്റും ഉള്ളവർ അവരെ തിരിച്ചറിയുകയാണ്. മെല്ലെ മെല്ലെ കാലമെടുത്തേക്കാം, പക്ഷേ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ കാരണം ഇതിനകത്ത് ഡീപ്പായിട്ടുള്ള അവർക്ക് കലയുമായിട്ടുള്ളൊരു സംവേദനമുണ്ട്. ആ സംവേദനത്തിൽ അവരതിനുള്ളിൽ നിർമ്മിച്ചെടുക്കുന്ന വളരെ ആഴത്തിലുള്ള ഒരു ബന്ധവും തോട്ട്സും ചിന്തകളും കോൺസെപ്റ്റ്സും അഭിപ്രായങ്ങളും എല്ലാം ചെയ്ത് നിർമ്മിച്ചെടുക്കുന്ന അവരുടെ വ്യക്തിത്വവും ഇതിൽ വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഞാൻ വരാൻ നേരത്തെ ശ്രീമതി ഉഷ നങ്ങ്യാർക്ക് കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ് കിട്ടി. വാസ്തവത്തിൽ ഈ പറഞ്ഞ പോലെ ഈ കൂടിയാട്ടം എന്നുള്ള കലാരൂപത്തിലെ ഏറ്റവും ഈ ഒരു മില്ലേനിയത്തിൽ ശ്രദ്ധേയായ ഒരു കലാകാരി ആരെന്ന് ചോദിച്ചാൽ അത് തീർച്ചയായിട്ടും ഉഷ നങ്ങ്യാരാണ്. അപ്പോൾ അവർ ചെയ്തിട്ടുള്ള വർക്കുകൾ, അവർ ഉണ്ടാക്കിയ നങ്ങ്യാർ കൂത്തിന്
കൊണ്ടുവന്നിട്ടുള്ള ഡയമെൻഷൻസ് ഇതെല്ലാം തികച്ചും അവരാരെങ്കിലും നമ്മളെ വിളിച്ചു പറഞ്ഞാൽ ഇത് അങ്ങനെയൊന്നും ഒരു കാര്യമല്ലല്ലോ. കൃത്യമായി കാര്യങ്ങൾ ചെയ്യുകയാണ്, അല്ലെങ്കിൽ അതാണ് ചെയ്യാൻ കഴിയുക. അപ്പോൾ ഇതെല്ലാം ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ് എൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരുപിടി കലാകാരന്മാരുണ്ട്. ഞാൻ ഉഷ ചേച്ചിയെ പറയാൻ കാരണം എനിക്ക് അത്രത്തോളം ഇഷ്ടമുള്ളതും അതുപോലെ ഒരു സ്ത്രീ കലാകാരിയാണല്ലോ. സാധാരണ എപ്പോഴും ഇതെല്ലാം പുരുഷന്മാരെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുക. മാണിമാധവ ചാക്യാരെ കുറിച്ച് പറയും, കലാമണ്ഡലം കൃഷ്ണനാരാശാനെ കുറിച്ച് പറയും, ഗോപി ആശാനെ കുറിച്ച് പറയും. പക്ഷേ ഒരു സ്ത്രീകളിൽ അതുപോലെ എന്താണ് അരങ്ങിനെ സമ്പന്നമാക്കിയിട്ടുള്ള ഒരുപാട് പേര് ഗുരുനാഥന്മാരായിട്ടും അതൊരൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് അരങ്ങിനെ സമ്പന്നരാക്കി നിർത്തുന്ന സ്ത്രീ കലാകാരന്മാരോട് ഒരു വല്ലാത്ത അഭിനിവേശവും എന്താ പറയുക അഭിമാനവും. എന്നെ സംബന്ധിച്ചിടത്തോളം അത് പറയാതിരിക്കാൻ കഴിയുകയില്ല. എന്നുവെച്ചാൽ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതോ അല്ലെങ്കിൽ കുറച്ച് 10 റീൽസ് എടുത്ത് ഇരിക്കുന്ന ഒരു മനസ്സല്ല അത്. കൃത്യമായി കലയോടുള്ള ഓരോ നിമിഷവും അനുനിമിഷവും ഉള്ള ഒരു ബാന്ധവം, ഒരു നാഭീനാളി ബന്ധം അവരിലുണ്ട്. അത് അവരെ സമൂഹം തിരിച്ചറിയുകയാണ്. ഈ അരങ്ങിനെ സമ്പന്നമാക്കുക എന്നിപ്പോ മാഡം പറഞ്ഞല്ലോ. ഈ അരങ്ങിനെ സമ്പന്നമാക്കുന്നതിന് പിന്നിൽ ഒരു നർത്തകിക്ക് കുറേ സ്ട്രഗിൾസ് നേരിടേണ്ടി വരുമല്ലോ. അതെ, മാഡത്തിനെ സംബന്ധിച്ച് എന്തൊക്കെയായിരുന്നു ആ സ്ട്രഗിൾസ് കൂടുതലും? അരങ്ങിനെ സമ്പന്നമാക്കുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു റെപ്പർട്ടറിനെ ഒരു റിസൈറ്റൽ ഫോമായി മോഹിനിയാട്ടത്തിന് വളരെ ഘനവും ആഴവും അതുപോലെ ശ്രദ്ധേയമായ വർക്കുകളും ഉണ്ടാവുക എന്നുള്ളതാണ്. അത് നിലനിന്നിരുന്ന ഒരു പരിമിതിയിൽ നിന്ന് അതിനെ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉള്ള വെല്ലുവിളി. അത്തരത്തിൽ ഓരോന്ന് കാര്യങ്ങൾ ചെയ്തിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഞാൻ സഖ്യം ചെയ്യുന്ന സമയത്ത് പുരുഷന്മാർ മാത്രമേ ഉള്ളൂ ആ പ്രൊഡക്ഷനിൽ. അതിനകത്ത് ഒരു സ്ത്രീ കഥാപാത്രമേ ഇല്ല. അപ്പോൾ അത് ഒരു 45 മിനിറ്റ് ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. അതിനകത്ത് പല പുരുഷ കഥാപാത്രങ്ങൾ വന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം പകർന്നാടുന്ന ഒരു സ്ത്രീ, അതിനകത്തൊരു നറേഷൻ്റെ ഭാഗത്തിൽ ഒരു പ്രോട്ടോഗണിസ്റ്റ് നർത്തകിയൊക്കെ കൊണ്ടുവരാൻ ഞാൻ ആലോചിച്ചു. പക്ഷെ അപ്പോഴൊക്കെ അതിൻ്റെ ആഴം കുറയുകയാണ്. അപ്പോൾ ഞാൻ അതിനെ മോഹിനിയാട്ടത്തിന് പകർന്നാടാൻ പറ്റുന്ന ഒരു എന്താ പറയുക ആ ഒരു ഉത്തരവാദിത്വം, അതൊരു വെല്ലുവിളിയാണ്. അതിനെ ധൈര്യപൂർവ്വം ഏറ്റെടുക്കുക, അത് ചെയ്യാൻ പറ്റുക എന്നൊക്കെയുള്ള കാര്യങ്ങൾ അമ്രപാലി ചെയ്തപ്പോഴും അങ്ങനെ ഒരുപാട് പേര്. കാരണം ഇതിനൊന്നും എനിക്കൊരു പ്രോട്ടോടൈപ്പ് ഇല്ല, മുൻപ് ചെയ്ത ഒരു വർക്കില്ല. അതെല്ലാം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് തന്നെ വരികയാണ്. ഇങ്ങനെയുള്ള വെല്ലുവിളികൾ സ്വീകരിക്കുമ്പോൾ അല്ലെങ്കിൽ വെല്ലുവിളികൾ നമുക്ക് അത് സ്വീകരിക്കേണ്ടി വരുന്ന ടൈമിൽ എന്തെങ്കിലും മാനസികമായി ബുദ്ധിമുട്ടെല്ലാം ഉണ്ടാക്കാറുണ്ടോ? മാനസികമായി ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടാവാറില്ല. എന്ന് വെച്ചാൽ ഇതോരോന്ന് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഭ്രാന്തുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. അത് എനിക്ക് എന്നെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ്. ഞാൻ എന്താണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അവനവൻ കടമ്പ എന്ന് പറയുന്നത് എനിക്കതാണ്. ഐ ഷുഡ് പ്ലീസ് മൈസെൽഫ്, ഐ ഷുഡ് ബി കണ്ടൻറ്റഡ്. എനിക്ക് തൃപ്തി ഉണ്ടാവണം. അതിനകത്ത് ഒരു സ്ഥലം പോലും എനിക്കൊരു ആത്മവിശ്വാസക്കുറവ് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം അതിജീവിച്ച് അല്ലെങ്കിൽ അതിനെല്ലാം കടന്നുകൊണ്ടാണ് എൻ്റെ ഒരു പ്രൊഡക്ഷൻ വരിക. ചിലത് ഭയങ്കര നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സൈലൻസ് വേണ്ടി വരും. പിന്നെ ചിലത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിവിളംബ കാലത്തിൽ പോകേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം നമ്മളൊരു നർത്തകി എന്നുള്ള നിലയിൽ നമ്മൾ വേദിയിൽ നിൽക്കുന്ന ഒരു നർത്തകിക്ക് ഭയങ്കരമായ വളരെ അധികമായിട്ടുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടായാൽ മാത്രമേ അങ്ങനെയൊക്കെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഇതെങ്ങനെ ഉണ്ടാവും എന്നുള്ള ഒരു കാര്യം. പക്ഷേ എന്തുകൊണ്ടോ അതെല്ലാം തന്നെ വളരെ സക്സസ് ആയിട്ട് വരികയും അതെല്ലാം വളരെ സന്തോഷകരമായ അനുഭവങ്ങൾ തരികയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കൂടുതൽ പ്രൊഡക്ഷൻസ് ചെയ്തുകൊണ്ടിരുന്നത്. സാധാരണ ജനങ്ങൾക്ക് അല്ലെങ്കിൽ സാധാരണക്കാർക്ക് ഇപ്പോൾ നമ്മളെ നൃത്തത്തിൻ്റെ മുദ്രയോ അല്ലെങ്കിൽ നൃത്തം ഒന്ന് കണ്ടാലോ അത് ചിലപ്പോൾ അത് അവർക്ക് മനസ്സിലാകണമെന്നില്ല. അപ്പോൾ അവർക്ക് പെട്ടെന്ന് ആഴത്തിലിറങ്ങാനായി
നമുക്ക് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും നൃത്തം ചെയ്യുന്നതിന് മുമ്പ് ഒരു MC ചെയ്യുകയാണ്, എന്നാൽ ഇന്ന കഥയാണ് അവതരിപ്പിക്കുന്നത്, അതിൽ ഇന്ന കഥാപാത്രങ്ങളാണ് വരുന്നത്, ഇതെല്ലാം പറയുമല്ലോ. എന്നിട്ടും മനസ്സിലാകാത്തവർക്ക് ഇത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കി എടുക്കാം? അല്ലെങ്കിൽ അതായത് ഇപ്പോൾ നമ്മൾ നർത്തകി എന്ന് പറയുമ്പോൾ ഒരു അരങ്ങിൽ നിന്ന് നൃത്തം ചെയ്യുമ്പോൾ അതിൻ്റെ ആദ്യം ഇരിക്കുന്ന കാണി മുതൽ അവസാനം ഇരിക്കുന്ന കാണി വരെ നമ്മളെ മനസ്സിലാക്കണം എന്നാണല്ലോ ഉദ്ദേശിക്കുന്നത്. അത് എങ്ങനെ നമുക്കത് അവരിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത് അവരെ ഇതാക്കാം? ഇല്ല, അതിനോട് എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല. അതായത് ഇപ്പോൾ ഒരു നമ്മൾ എന്താന്ന് വെച്ചാൽ അപർണ സംസാരിക്കുമ്പോൾ ഭരതനാട്യമോ അല്ലെങ്കിൽ മോഹിനിയാട്ടമോ മനസ്സിൽ വിചാരിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അങ്ങനെ അല്ലാത്ത കലാരൂപങ്ങൾ എടുത്തു നോക്കും. അതായത് അല്ല, ഞാൻ പറയുന്നത് മോഹിനിയാട്ടം ഭരതനാട്യം അല്ല, കഥകളി സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കലാരൂപമാണല്ലോ. അതുപോലെ കൂടിയാട്ടമായാലും ഈ ഒരു അവസ്ഥയാണല്ലോ. കൂടിയാട്ടം, കഥകളി, നങ്ങ്യാർകൂത്ത്, ഇങ്ങനെയുള്ള സംഭവങ്ങൾ, ഇങ്ങനെയുള്ള കലാരൂപങ്ങൾ. അതെ, മാഡം എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠയായ ഒരു നർത്തകിയാണ്. അപ്പോൾ ഇത് എന്റെ മാത്രമുള്ള ഒരു സംശയമോ ഒന്നുമല്ല. അതായത് കുറെ പ്രേക്ഷകർ മനസ്സിലായി, ഞാൻ കൂടുതൽ പ്രേക്ഷകരെ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഞാനൊരു കാര്യം പറയാം. അതായത് ഇപ്പം നമ്മൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളിപ്പോൾ പാട്ട് കേൾക്കുന്നു, അതിപ്പോൾ നമ്മൾ സിനിമാ ഗാനങ്ങൾ കേൾക്കുന്നത് പോലെയല്ല നമ്മൾ കച്ചേരികൾ കേൾക്കുന്നത്. അപ്പോൾ കച്ചേരികൾ നമ്മൾ കേൾക്കാൻ തുടങ്ങുന്നു എന്ന് വയ്ക്കുക. അപ്പോൾ നമ്മൾ ആദ്യം വളരെ പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് പാട്ടുകൾ, കൃഷ്ണാനി ബേഗനെ അല്ലെങ്കിൽ അതുപോലെയുള്ള ശാസ്ത്രീയമായ കൃതികൾ കേൾക്കുന്നു. കുറച്ചുകൂടെ നമ്മൾ കേട്ട് കഴിയുമ്പോൾ കുറേ കൂടെ ആഴത്തിൽ ഒന്നുകൂടെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം എന്ന് നമുക്ക് തോന്നും. കുറച്ചുകൂടെ ഒരു നല്ല ഒരു മെയിൻ കൃതി അല്ലെങ്കിൽ ഒരു സബ് മെയിൻ കൃതി കേൾക്കത്തക്ക രീതിയിൽ പിന്നെ നമ്മൾ മെല്ലെ രാഗം ആസ്വദിച്ചു തുടങ്ങും. ഇതുകൊണ്ടും ആയില്ല, ഇനിയും എത്രയോ നാളുകൾ കഴിയുമ്പോഴാണ് അതിൻ്റെ ആഴത്തിലുള്ള ആ രാഗത്തിൻ്റെ അനുഭവം ഓരോ സംഗീതജ്ഞരും കൊടുക്കുന്നത് മനസ്സിലാകാൻ കഴിയുക. എന്നതുപോലെ ഇപ്പോൾ കഥകളിയിലാണെങ്കിൽ നമ്മുടെ മുദ്രയുടെ വ്യാകരണം ഒരു 2 കഥകളി കാണുമ്പോൾ ഒരു സാധാരണ പ്രേക്ഷകർക്ക് ഇത് മനസ്സിലാവും. കാരണം ഇത് മനസ്സിലാവുമെന്ന് പറഞ്ഞാൽ അവർക്ക് ഇത് തന്നെ അല്ലേ എന്നെങ്കിലും ഒരു സംശയം തോന്നും. പിന്നെ നമ്മുടെ സിനിമ കാണുമ്പോൾ ഞാൻ വേറൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരു ഫ്രഞ്ച് സിനിമ കാണുകയാണ് അല്ലെങ്കിൽ ജർമ്മൻ സിനിമ കാണുകയാണ്, നമുക്ക് അവരുടെ ഒരു ഡയലോഗും മനസ്സിലാവുന്നില്ല, പക്ഷേ അവരുടെ ഒരു ഹ്യൂമൻ ഇത്തോസ്, ഇമോഷൻസ് നമുക്ക് മനസ്സിലാവും. ആ കഥ നമുക്ക് മനസ്സിലായെന്ന് നമുക്കങ്ങ് തോന്നും. എന്ന് പറഞ്ഞ പോലെ ഉള്ള ഒരു എലിമെൻറ്റ് ഈ കലാരൂപങ്ങളിലുണ്ട്. അപ്പോൾ അതായിരിക്കും ചിലർ അനുഭവിക്കുക. ഇപ്പം ഞാൻ നൃത്തം ചെയ്യുന്നു, ചിലർ ഞാൻ ചെയ്യുന്ന ഇതിവൃത്തത്തിലേക്ക് വരണം എന്നൊന്നുമില്ല, പക്ഷെ അതിൻ്റെ ഒരു ശോഭ, ആ കലാരൂപത്തിൻ്റെ ഒരു ശോഭ, അത് തരുന്ന ഒരു അനുഭവം, ഇതെല്ലാം ഞാൻ ആസ്വദിക്കുന്നു എന്ന് പറയും. ചിലരങ്ങനെയല്ല, വളരെ ആഴത്തിൽ നമ്മളോടൊപ്പം സഞ്ചരിക്കും. അതൊരു വല്ലാത്ത വളരെ ഒരു ഇമോഷണൽ അനുഭവമായി അവരെ ഏറ്റെടുക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ പല മാതിരിയുള്ള അങ്ങനെയുള്ള ഒരു പ്രേക്ഷകരിൽ നിന്ന് മാഡത്തിന് മറക്കാൻ പറ്റാത്തൊരു അനുഭവം പറയാമോ? എന്താണെന്ന്? മറക്കാൻ പറ്റാത്ത ഒരുപാട് അനുഭവങ്ങൾ എന്തെങ്കിലും അങ്ങനെ ഒരു അനുഭവം? ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ താത്രി അവതരിപ്പിച്ചപ്പോൾ, കുറിയെടുത്ത് താത്രി അവതരിപ്പിച്ചപ്പോൾ, അതുപോലെ എൻ്റെ സോളോയിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പല പ്രൊഡക്ഷൻസും പല ഇതിൽ ചെയ്തിട്ടില്ല. ഒരിക്കൽ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മനസ്സിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ വിഷമം തോന്നിയ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ, ഞാൻ മാറാട് ഈ കലാപക്കത്തിൽ ആ ഒരു സമയത്ത് ഞാൻ ഒരു അമ്രപാലിയെ അവതരിപ്പിച്ചു. പിറ്റേ ദിവസം എത്രയോ പേര് മരിച്ചുപോയി, അങ്ങനെയൊക്കെയുള്ള ഒരു സന്ദർഭത്തിലാണ്. അപ്പോൾ ഇതിനകത്തൊരു യുദ്ധവും അതിൻ്റെ ഒരു വളരെ ഭീകരമായ ഒരു സിറ്റുവേഷനൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അത് കഴിഞ്ഞിട്ട് ഒരു സ്ത്രീ വളരെ ഇമോഷണലായി എന്നെ കെട്ടിപ്പിടിച്ച് ഭയങ്കരമായിട്ട് സോബ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു കോമൺ ആയിട്ടുള്ളൊരു ഹ്യൂമൻ ഇമോഷനാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ റിയാലിറ്റി നമ്മുടെ മനസ്സിലുണ്ടാവുകയും നമ്മൾക്ക് അതൊക്കെ കൂടെയാണിത് സംസാരിക്കുന്നത് നമുക്ക് തോന്നുകയും ചെയ്യുന്ന ഒരു സന്ദർഭമുണ്ട്. അങ്ങനെ ഓരോ വേദിയിലും എനിക്ക് എന്തെങ്കിലുമൊക്കെ അനുഭവങ്ങൾ
ഉണ്ടാകാറുണ്ട്. ഇത് എൻ്റെ മനസ്സിൽ ഒരുപാട് മനസ്സിൽ നിന്ന് മനസ്സിൽ തട്ടി നിൽക്കുന്ന ഒരു ആ അനുഭവം. ഒരെണ്ണമാണ്. കാരണം ഞാൻ ആ പ്രോഗ്രാമിന് പോകുമ്പോൾ പോലും അത് ആ പ്രോഗ്രാം നടക്കുമോ ക്യാൻസൽ ആവുമോ എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ തലശ്ശേരിയിൽ അത് ചെയ്യുമ്പോൾ വളരെ ഒരു മനസ്സിൽ തട്ടുന്ന ഒരു അനുഭവമായിട്ടത് നിന്നു. ഈ നമുക്ക് ഗുരുവിന് ദക്ഷിണ കൊടുക്കുക എന്നൊരു പാരമ്പര്യം നമുക്കെല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഈ ദക്ഷിണ ചോദിച്ച് വാങ്ങുന്നതിനെ പറ്റി ഇത് എന്താണ് മാഡത്തിൻ്റെ അതിൻ്റെ ഒരു അഭിപ്രായം? കാരണം ഇപ്പോൾ എവിടെ നോക്കിയാലും ഡാൻസ് സ്കൂൾസാണ്. കാരണം എന്താ പറയുക, ഡാൻസിൽ അറിവുള്ളവരോ ആഴത്തിൽ പഠിച്ചവരോ അല്ല ഇപ്പോൾ നൃത്തം അല്ലെങ്കിൽ ഒരു ക്ലാസിക്കൽ ഡാൻസ് സ്കൂളെല്ലാം നടത്തുന്നവർ. എനിക്ക് തന്നെ അറിയാവുന്ന നേരിട്ട് കുറേ പേരുണ്ട്. നമുക്ക് തന്നെ ട്രിവാൻഡ്രം സിറ്റി എടുത്ത് എവിടെ നോക്കിയാലും ഇഷ്ടം. അതെ. അപ്പോൾ അങ്ങനെ ഗുരുവിന് അങ്ങനെ ഷോർട്ട് ടൈം ഗുരുക്കന്മാരായിട്ട് വരുന്നവരെല്ലാം ദക്ഷിണ 50,000 മുതലെല്ലാം 50,000 മുതലെല്ലാം ചോദിച്ച് വാങ്ങുന്നുണ്ട്. അതിനെപ്പറ്റി മാഡത്തിൻ്റെ അഭിപ്രായം, ഈ ഗുരുവിന് ദക്ഷിണ ചോദിച്ച് വാങ്ങാനുള്ള റൈറ്റ്സ് ഉണ്ടോ? നമ്മൾ നൃത്തം മുതലായ ശാസ്ത്രീയ കലകൾ എന്ന് പറയുന്നത് ആ കല പഠിക്കുക ആ കല ഉപചരിക്കുകയും ആ കലയെ നമ്മൾ സ്വയം സറണ്ടർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്വഭാവവും ശീലവും ബഹുമാനവും സാംസ്കാരികമായിട്ടുള്ള ഒരു എന്താ പറയുന്ന ഒരു ബോധ്യവുമെല്ലാം നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയും നമ്മുടെ ചുറ്റുമുള്ളവരെ നമ്മളടുത്ത് പഠിക്കുന്നവരുടെ അടുത്തും എല്ലാം അത് ഉണർത്തിക്കൊണ്ടുവരികയും ഒക്കെ ചെയ്യുകയാണ്. പുതിയ അറിവുകൾ തേടുകയും പക്ഷേ ഇത് ഞാൻ പലപ്പോഴായിട്ട് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട് ഇങ്ങനെ. അതായത് എൻ്റെ അടുത്ത് ഡാൻസ് പഠിക്കുന്നത് ഞാൻ പറഞ്ഞു വരട്ടെ. അപ്പോൾ അങ്ങനെ എല്ലാം ചെയ്യുന്നതാണ് ഒരു സ്ഥലം. അപ്പോൾ ദക്ഷിണ എന്നുള്ളത് നമ്മൾ ഇപ്പോൾ വിദ്യാരംഭം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മളുടെ അതപ്പോൾ അവർക്ക് താല്പര്യമുള്ള പക്ഷം അവർ ചെയ്യുകയും ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവരികയും ഞങ്ങളുടെ അക്കാഡമിയിൽ അതുണ്ട്. ഫ്രൂട്ട്സും ചോദിച്ച് വാങ്ങുന്നതാണ്. അല്ല, ചോദിച്ച് വാങ്ങുക എന്ന് പറയുന്നത് പല ഗുരുക്കന്മാർ അതിനോടുള്ള മാഡത്തിന്റെ അത് അപഹാസ്യമാണ്. കാരണം അങ്ങനെ അവരവർക്ക് തന്നെ തോന്നുന്ന ഒരു അഭിമാനമോ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആശ്വാസവുമായി ആശ്വാസ് കമ്മ്യൂണിറ്റി ഫാർമസി, the fastest growing chain pharmacy in India. Quality medicines through qualified hands. അങ്ങനെ ഒരു എനിക്ക് തന്നെ അറിയാവുന്ന 1-2 ഡാൻസ് ടീച്ചേഴ്സ്, മീൻസ് ഷോർട്ട് ടൈം ടീച്ചേഴ്സാണ് ഞാൻ പറയുന്നത്. വലിയ ഉപാസകരൊന്നുമല്ല. പക്ഷെ അവരെന്താണ് പറയുന്നത്, ഈ പുടവ, ഫ്രൂട്ട്സ്, ദക്ഷിണ എനിക്ക് ഇത്രയും രൂപ 25,000 ആണ് എൻ്റെ ദക്ഷിണ, ഇത് തന്നേ പറ്റൂ, എങ്കിൽ മാത്രമേ നീ ഇന്ന് ഈ സ്റ്റേജിൽ കയറാൻ പറ്റൂ എന്ന് പറയുന്നുണ്ട്. അതിനോടുള്ള അഭിപ്രായം അതിന് ഒരു അഭിപ്രായം അർഹിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ന്യായങ്ങളും അന്യായങ്ങളും വളരെ മ്ലേച്ഛമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പല ഫീൽഡിലും നടക്കുന്നുണ്ട്. അപ്പോൾ അത് കഷ്ടമെന്നേ നമുക്ക് പറയാൻ പറ്റും. അതേപോലെ തന്നെ ഈ യൂട്യൂബ്, സോഷ്യൽ മീഡിയ ഇതെല്ലാം നോക്കി നൃത്തം പഠിക്കുന്നവരുണ്ട്, പ്രസന്റ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ ഒരു ഗുരുകുലത്തിൽ നിന്ന് പഠിക്കുന്നതും ഈ ഓൺലൈൻ അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടു പഠിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. പക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് എന്താണ്, അപ്കമിങ് ഡാൻസേഴ്സ് എന്ന് പറഞ്ഞ് വരുന്നത് കൂടുതലും ഭൂരിഭാഗം പേരും ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ വരുന്നവരാണ്. പെട്ടെന്ന് റീച്ച് കിട്ടുക, പെട്ടെന്ന് പബ്ലിസിറ്റി കിട്ടുക എന്നുള്ള. അപ്പോൾ അതിനോടൊക്കെ ഈ ഗുരുകുല സമ്പ്രദായത്തിൽ നിന്ന് പഠിക്കുന്നവർക്ക് അതായത് ശരിയായ കലാകാരന്മാർക്ക് അതൊരു വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമല്ലേ? അതിൻ്റെ ഒരു വിഷമം മാത്രമല്ല, ഇത് നന്നായിട്ട് ഹാഫ് ബേക്ക്ഡ് ആണെന്ന് സീസൺഡ് ആയിട്ടുള്ള ഐസിന് മനസ്സിലാവും. ഇപ്പം ഞങ്ങൾക്കൊക്കെ നല്ല പോലെ ഒരു കുട്ടി കൃത്യമായി ശിക്ഷണപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ അത് മനസ്സിലാവും. കാരണം ഒരു കുട്ടി യൂട്യൂബിൽ നിന്ന് പഠിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ അതൊരു പഠനമല്ല എന്ന് ആ കുട്ടി മനസ്സിലാക്കിയാൽ ഒരു ഘട്ടം എത്തുമ്പോൾ അതൊരു ഗുരുവിനെ അന്വേഷിച്ച് പോവുകയും എന്നിട്ട് ആ ഒരു പഠനത്തെ ആഴത്തിലാക്കുകയും ഒക്കെ ചെയ്തോളൂ. അപ്പോൾ ഒരു ഇനിഷ്യൽ ഇൻട്രസ്റ്റിന് ഇത് കുഴപ്പമില്ല, വേണമെങ്കിൽ ഒന്ന്. പക്ഷെ അതല്ല കല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കൂടുതൽ ഒരു കൃത്യമായ പഠനം. അതേ അപകടമാണ് ഈ ഗ്രാജുവേഷനും മാസ്റ്റേഴ്സും ഒക്കെ എടുക്കുന്നവർക്ക്. ഇതേ അപകടമാണ്. കാരണം അവർ പഠിക്കുന്നത് ഒരു വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കലയുടെ കുറച്ച്
കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഒരു റെപ്പർട്ടോയർ പഠിച്ചു എന്ന് വരും. ഇതല്ലല്ലോ കലയുടെ പഠനം എന്ന് പറയുന്നത്, ഇങ്ങനെയല്ല. എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ അത് മാത്രമല്ല എന്നർത്ഥം. ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഗുരുവിനോടൊപ്പം ലിവ് ചെയ്യുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നോട്ട് ദാറ്റ് യു ആർ ലിവിങ് വിത്ത് ഹർ ഇൻ ഹർ ഹൗസ്, ബട്ട് on a daily basis you are spending time with her, you are hearing her, you are hearing him, you are പല ആശയങ്ങൾ, ഓരോ കാര്യങ്ങൾ, സ്ട്രഗിൾസ്, ഇതെല്ലാം മനസ്സിലാക്കുന്നു. ഇന്നത്തെ കാലത്ത്, അതായത് ഇപ്പോഴത്തെ ഈ ഒരു തലമുറ അങ്ങനെ ഗുരുവിനോടൊപ്പം ലിവിങ് അല്ലെങ്കിൽ ഗുരുവിനോടൊപ്പം ലിവ് ചെയ്ത് ഒരു നൃത്തത്തിലോട്ട് അല്ലെങ്കിൽ കലയിലോട്ട് എത്തിപ്പെടുന്ന എനിക്ക് അങ്ങതാണ് അറിയുന്നത്. എൻ്റെ ഒരു ഇടം അങ്ങനെയാണ് താനും. അതുപോലെയുള്ള ഇടങ്ങളുണ്ട്. അത് ആ കുട്ടികൾക്ക് ആ ഒരു ക്വാളിറ്റി നമുക്ക് കാണാനും ഉണ്ട്. അങ്ങനെയുള്ളവരുണ്ട്. പിന്നെ ഇനി മാമിന്റെ വക പ്രേക്ഷകർക്ക് ഓണാശംസകൾ അറിയിക്കണമെന്ന്. ഓണം നമുക്ക് എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരു ആഘോഷമാണ്. നമ്മുടെ ഓണമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഐഡന്റിറ്റി ഇല്ലേ? നമ്മുടെ ഓണക്കോടി, ഓണസദ്യ, ഓണവെള്ളംകളി, അല്ലെങ്കിൽ ഓണക്കളികൾ അല്ലേ? നമ്മൾ വെളിയിലൊക്കെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഓണം, അത്ര വേറെ പേരൊന്നും അറിയില്ല, പക്ഷെ ഓണം അറിയാമായിരിക്കും. അങ്ങനെ ശരിക്കും സാഹോദര്യത്തിൻ്റെ സന്ദേശം നമ്മൾ കേരളീയരാണ് ആഘോഷമാക്കി തീർത്തത്. അത് തന്നെ ആയിരിക്കണം നമ്മൾ ഇനി വരുന്ന തലമുറയ്ക്കും പകർന്നു കൊടുക്കാൻ പറ്റുന്ന സന്ദേശം എന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ഇടയിലെല്ലാം നമ്മൾ നന്മയുടെ ഒരു ആഘോഷമാണ് ഓണം. അപ്പോൾ അത്തരം നന്മയും ഐശ്വര്യവും നമ്മളിലെല്ലാവരിലും നിലനിൽക്കട്ടെ എന്നും കൂടുതൽ ഭംഗിയായ ഓണം എല്ലാവരോടൊപ്പം ആഘോഷിക്കാൻ പ്രേക്ഷകർക്ക് ഒരു സന്ദർഭം ഉണ്ടാകട്ടെ എന്നും ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഓണാശംസകൾ. ഇന്ന് നമ്മുടെ ഷോയിൽ അതിഥിയായി എത്തിയത് ഡോക്ടർ നീന പ്രസാദ് മാമാണ്. മാം കലയുടെ പുതിയ അറിവുകളും കലയെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, എങ്ങനെ അതിനെ ഉയർത്തിക്കൊണ്ടുവരും, ഒരു നർത്തകി എങ്ങനെ ആകണം, അങ്ങനെയുള്ള അറിവുകളെല്ലാം നമുക്ക് പകർന്നു നൽകിയ നീന പ്രസാദ് മാമിന് വളരെയധികം നന്ദി.